കേരളത്തിന്റെ ഞരമ്പായ പെരിയാറിനെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്ന പ്രശ്നങ്ങൾ തുടർച്ചയായി ലേബിയും സംഘവും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റിപ്പോർട്ട് നിയമസഭയിലടക്കം ചർച്ചയായ പശ്ചാത്തലത്തിലാണ് അന്വേഷണം നമ്മൾ കൂടുതൽ വ്യാപിപ്പിക്കുന്നത്. പെരിയാറിലെ രാസമാലിന്യങ്ങൾ സമീപ പ്രദേശങ്ങളിലെ കുടിവെള്ള സ്രോതസ്സുകളെ എല്ലാം മലിനമാക്കിയിരിക്കുന്നു. ഏലൂർ ഇടയാർ മേഖലകളിലെ കിണർവെള്ളം മുഴുവൻ മലിനമാണെന്നാണ് പഠന റിപ്പോർട്ടുകൾ പറയുന്നത്. ഏലൂർ നഗരസഭയിലെ കിണറുകളടക്കം മുഴുവൻ ശുദ്ധജല സ്രോതസ്സുകളും മലിനമായതിനെ തുടർന്ന് ഇവിടുത്തെ 3000-ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം സൗജന്യമായി വിതരണം ചെയ്യുകയാണ്. റിപ്പോർട്ടർ SIT അന്വേഷണം തുടരുന്നു. വിഷപ്പെരിയാർ. രാസമാലിന്യം നിറഞ്ഞിരിക്കുന്ന പെരിയാറിന്റെ തീരപ്രദേശങ്ങളിലെ മണ്ണും വായുവും പൂർണ്ണമായും മലിനമാണ്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കെമിക്കൽ ഓഷനോഗ്രഫി വകുപ്പും സുപ്രീം കോടതി നിരീക്ഷണ സമിതി നിയോഗിച്ച പ്രാദേശിക പരിസ്ഥിതി കമ്മിറ്റിയും ഇത് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ഏലൂര് കിണർ വെള്ളം വളരെ കൃത്യമായിട്ട് പരിശോധിച്ചിട്ടാണ് സുപ്രീം കോടതി മോണിറ്ററിംഗ് കമ്മിറ്റി വന്നതിന് ശേഷം ഇവിടുത്തെ എല്ലാ കിണറുകളും ഏതാണ്ട് 2100ഓളം കിണറുകൾ പരിശോധിച്ചു. ആ പരിശോധനയിൽ ഒരു വെള്ളം പോലും മനുഷ്യർക്ക് കുടിക്കാൻ ഉപയുക്തമായതല്ല. പല മേഖല കുഴിക്കണ്ടം തോടിൻ്റെ പരിസരവുമായി ബന്ധപ്പെട്ട എല്ലായിടത്തും കീടനാശിനികളുടെ അംശങ്ങളുണ്ടായിരുന്നു. ഭയങ്കര രൂക്ഷമായിട്ടുള്ള ഗന്ധം, രാസമാലിന്യങ്ങളുടെ ഗന്ധമുണ്ടായിരുന്നു. പ്രാദേശിക പരിസ്ഥിതി കമ്മിറ്റി ഏലൂരിലെ 6 വാർഡുകളിലെ കിണറുകളിൽ നടത്തിയ പരിശോധനയിൽ കിണർ വെള്ളം പൂർണ്ണമായും മലിനമെന്ന് കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ഏലൂർ നഗരസഭയിലെ 3000-ഓളം വീടുകളെ സൗജന്യ കുടിവെള്ള പദ്ധതിക്ക് കീഴിൽ കൊണ്ടുവന്നത്. ഗ്രൗണ്ട് വാട്ടർ മലിനീകരണം നടത്തിയതിന് IRE, HIL, FACT, മെർക്കം എന്നീ 4 വ്യവസായശാലകളിൽ നിന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് പിഴ ഈടാക്കിയാണ് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് സൗജന്യ ശുദ്ധജല വിതരണം സാധ്യമാക്കിയത്. ലോണൊക്കെ എടുത്താണ് കിണർ കുത്തിയത്. പിന്നെ ഇപ്പോൾ കിണറിലെ വെള്ളം ഒട്ടും ഉപയോഗിക്കാൻ പറ്റാതെയായി. യാതൊരു മാനദണ്ഡവും ഇല്ലാതെ മാലിന്യം പുറന്തള്ളിയതിൻ്റെ പേരിൽ ഈ മേഖലകളിൽ ഏതാണ്ട് ഇപ്പം നിലവിൽ 9 വാർഡ് വരും. പഴയ വാർഡ് 6 വാർഡിലെ വെള്ളം ഒരു രീതിയിലും ഉപയോഗിക്കാൻ പറ്റാത്ത ഉപയോഗശൂന്യമായി. ഏലൂർ ഇടയാർ പ്രദേശങ്ങളിലെ വ്യവസായശാലകൾ നിയന്ത്രണം ഒട്ടുമില്ലാതെ പെരിയാറിലേക്ക് ഒഴുക്കിവിടുന്ന രാസമാലിന്യം ഒരു ജനതയുടെ ആവാസ വ്യവസ്ഥയുടെ അടിവേരാണ് അറുക്കുന്നത്. പെരിയാറിലെ രാസമാലിന്യം ഇരു കരകളിലേക്കും അനുനിമിഷം അരിച്ചിറങ്ങുകയാണ്. ഒരു ദേശത്തെ മുഴുവൻ രാസമാലിന്യം വിഴുങ്ങുന്നത് എത്രയോ കാലമായി നിസ്സംഗതയോടെ അധികൃതർ കണ്ടു നിൽക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റുകളായ CP ബിജീഷിനും ജിതിൻ മോഹനുമൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ടീം SIT ഇൻ റിപ്പോർട്ടർ, കൊച്ചി. ഈ തണ്ണീർത്തടങ്ങളൊക്കെ സംരക്ഷിക്കാനും ഈ പുഴയോരങ്ങളെ സംരക്ഷിക്കാനും ഒക്കെ ആയിട്ട് സർക്കാരിനൊരു പദ്ധതി ഉണ്ടായിരുന്നല്ലോ മക്കളെ. എന്താ അതിൻ്റെ പേര്? ആ പദ്ധതി കൈകാര്യം ചെയ്തിരുന്ന ഒരാളുണ്ടായിരുന്നല്ലോ. ആളെ നമുക്ക് കാണാനുണ്ടോ? റിപ്പോർട്ട് SIT അന്വേഷണം ശരിവെച്ചിരിക്കുകയാണ് ഇന്നലെ കുഫോസിൻ്റെ റിപ്പോർട്ട്. മുഖ്യമന്ത്രിയുടെ വാദങ്ങൾ തള്ളുന്നതാണ് ഈ റിപ്പോർട്ട്. ഏലൂർ ഇടയാർ മേഖലകളിലെ കിണർവെള്ളം മുഴുവൻ മലിനമാണെന്ന പഠന റിപ്പോർട്ടുകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. ലേബി, നേരത്തെ നമ്മൾ രാസമാലിന്യം പരിശോധിച്ചു തുടങ്ങി, കീടനാശിനികളുടെ സാന്നിധ്യം കണ്ടു, ജൈവമാലിന്യത്തിൻ്റെ സാന്നിധ്യം കണ്ടു. ഈ വിഷയമടക്കം നിയമസഭയിൽ ചർച്ചയായി. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇതിൽ പാലിക്കുന്ന മൗനവും നിസ്സംഗതയും നമ്മൾ ചർച്ചയാക്കി. പക്ഷേ ഇപ്പോഴും അധികൃതർക്ക് ഒരു കുലുക്കവുമില്ല. ഈ ആലുവയുടെയും കേരളത്തിൻ്റെയും നാഡീ ഞരമ്പാണ് പെരിയാർ. പെരിയാറിൻ്റെ തീരത്ത് താമസിക്കുന്നവരുടെ ബുദ്ധിമുട്ടുകൾ കൂടിയാണ് ഇന്നിപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇതൊന്നും പരിശോധിക്കാൻ നിലവിൽ സംവിധാനങ്ങളില്ലേ സർക്കാരിന്? ഡോക്ടർ അരുൺ, തീർച്ചയായും കുറ്റകരമായ മൗനമാണ് സർക്കാർ സംവിധാനങ്ങളെല്ലാം ദീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇത്രത്തോളം അത് ഒരു ഏറ്റവും ദുരവസ്ഥയാണ് ഇടയാർ ഏലൂർ മേഖലയിലെ ജനങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയോ കാലങ്ങളായി ഇതെല്ലാം ഒരു പ്രശ്നം വരുമ്പോൾ മാധ്യമങ്ങളിലൂടെ ഇതൊന്ന് പുറത്തേക്ക് വരുന്നു. അത് തൽക്കാലത്തേക്കൊന്ന് കെട്ടടക്കാൻ പാകത്തിൽ എന്തെങ്കിലും ഒരു പേരിന് നടപടിയൊക്കെ എടുക്കുന്നു, അവർ പിൻവാങ്ങുന്നു. ഇതാണ് കാലങ്ങളായി നടന്നു വരുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായേ മതിയാവൂ. കാര്യം ഒരു ജനതയെ തന്നെ ഇല്ലാതാക്കുകയാണ്. ഈ പെരിയാറിൻ്റെ 2 കരകളിലുമായി താമസിക്കുന്ന മനുഷ്യർ എന്ത് തെറ്റ് ചെയ്തതുകൊണ്ടാണ് അവർ ഈ ദുരവസ്ഥ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന ചോദ്യം തന്നെയാണ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കാനുള്ളത്. ഒരു പ്രദേശത്തെ മുഴുവൻ ഈ പെരിയാറിലൂടെ ഒഴുകുന്ന ഈ രാസമാലിന്യം അരിച്ചിറങ്ങി 2 കരകളിലേക്കും കയറി അത് വ്യാപിച്ച് അവിടുത്തെ മണ്ണ് മുഴുവൻ ഇത്തരത്തിൽ രാസമാലിന്യത്താൽ മലിനീകരിക്കപ്പെട്ടു കഴിഞ്ഞു.
അവിടെയുള്ള ഗ്രൗണ്ട് വാട്ടർ മുഴുവൻ പൊല്യൂട്ടഡ് ആയി കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ അവിടെ ഒരു ജീവിതം സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. പക്ഷേ അവിടുത്തെ ആളുകൾ എന്ത് ചെയ്യാനാണ്? എങ്ങോട്ട് മാറി താമസിക്കാനാണ്? എങ്ങോട്ട് പോകാനാണ്? ഈ അവസ്ഥയിൽ നിസ്സഹായാവസ്ഥയിൽ അവരവിടെ തുടരുകയാണ്. ആ മനുഷ്യരുടെ കണ്ണീരാണ് സർക്കാരും മറ്റ് നിയമ സംവിധാനങ്ങളും കാണാതെ പോകുന്നത്. ഇടയാർ ഏലൂർ മേഖലയിൽ കാലങ്ങളായി അവർക്ക് കുടിക്കാൻ കുടിവെള്ളമില്ല. അവരുടെ മണ്ണ് മുഴുവൻ, അവരുടെ ആകാശം മുഴുവൻ പൊല്യൂട്ടഡ് ആണ്. ഇതിൽ ജീവിച്ചു പോവുകയാണ് അവർ. ഇതിപ്പോൾ ആധികാരികമായ രേഖകൾ നമ്മൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ ഈ പ്രദേശങ്ങളിൽ ഒന്നും തന്നെ ശുദ്ധജലമില്ല. ഇവിടുത്തെ മുഴുവൻ കിണറുകളും മലിനമാണ്. ഇവർക്ക് ഈ കമ്പനികൾ തന്നെ പിഴ നൽകിക്കൊണ്ടിരിക്കുകയാണ് കുറേ കാലങ്ങളായി. അതിൽ നിന്ന് തന്നെ അവരത് കുറ്റം ഏറ്റെടുത്തിരിക്കുകയാണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് ഒരു നിശ്ചിത തുക മാസാമാസം നൽകി 3000-ഓളം കുടുംബങ്ങൾക്ക് ശുദ്ധജലം വീട്ടിലെത്തിച്ച് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര അപകടകരമായ ഒരു അവസ്ഥയിൽ ജനങ്ങൾ, അവിടുത്തെ ജനത മുന്നോട്ട് പോകുമ്പോഴാണ് കുറ്റകരമായ മൗനം ഭരണ സംവിധാനം അവലംബിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം തന്നെയാണ് ഏറ്റവും ഗൗരവത്തോടെ കാണേണ്ടത്. ഡോക്ടർ അരുൺ, റൈറ്റ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മലിനീകരണ നിയന്ത്രണ ബോർഡിനൊക്കെ എന്താ പണി എന്ന് നമ്മളെപ്പോലുള്ളവർ സാധാരണക്കാർ ചോദിക്കുന്ന ഒരു നിമിഷമാണിത്. സർക്കാരിൻ്റെ പിടിപ്പുകേട് എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ രണ്ടിടങ്ങളിലേക്ക് നോക്കിയാൽ മതി. ഒന്ന്, മുതലപ്പുഴയിലെ മത്സ്യബന്ധനം നടത്തുന്ന സാധാരണ തൊഴിലാളികളുടെ ജീവിതം. ഇപ്പോഴും ജീവൻ വെച്ച് അവർ മരണാഭ്യാസം നടത്തുകയാണ്. ഓരോ ദിവസവും സർക്കാർ ഈ നമ്മൾ കാണുന്ന സർക്കസ് കൂടാരങ്ങളിലെ ടെൻറ്റുകളിലെ ഈ ട്രപ്പീസ് അഭ്യാസം കാണിക്കുന്ന ആളുകളുണ്ടല്ലോ, മരണക്കിണർ എന്ന് പറയുന്നത് പോലെ മരണപ്പൊഴിയിലകപ്പെട്ട് അഭ്യാസം കളിച്ച് ജീവിക്കുകയാണ് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ. അവരുടെ നേരെ ഈ സർക്കാർ എടുക്കുന്ന നിസ്സംഗത. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് പെരിയാർ അടക്കമുള്ള തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കാൻ കഴിയാതെ പോകുമ്പോൾ, മലിനീകരണ നിയന്ത്രണ ബോർഡിന് പോലും വേണ്ടത്ര രീതിയിൽ പണി നടത്താൻ കഴിയാതെ പോകുമ്പോൾ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ. മാലിന്യ നിർമ്മാർജ്ജനം, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. സർക്കാർ ഈ വിഷയത്തിൽ കാണിക്കുന്ന നിസ്സംഗതയ്ക്ക് വലിയ വില നൽകേണ്ടി വരും എന്ന് മാത്രമേ നമ്മൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നുള്ളൂ. ഈ അന്വേഷണ പരമ്പര നമ്മൾ തുടരുകയാണ്. ബിഷപ്പ് പെരിയാർ.